ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് അബുദാബിയിലെ ഒരു പാർക്കിനകത്താണ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ട ഒരു മരത്തെ, അതായത് ഒരു വൃക്ഷത്തെ പരിചയപ്പെടുത്തി തരാം. ഈ വൃക്ഷം UAE ഔദ്യോഗിക വൃക്ഷമാണ്. നമുക്ക് UAE ഭൂരിഭാഗം സ്ഥലങ്ങളിലൊക്കെ ഈ വൃക്ഷത്തെ കാണാൻ പറ്റും. അതായത് ഗാഫ് എന്നാണ് ഈ മരത്തിൻ്റെ പേര്. റോഡിൻ്റെ വശങ്ങളിലായിട്ടും അതുപോലെ പാർക്കുകളിലും, അതായത് ഒട്ടുമിക്ക ഒഴിഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഇവർ ഈ മരം നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ഈ മരത്തിന് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു മരമാണ്. പിന്നെ അതുമാത്രമല്ല, ഇവിടെ മരുഭൂമി പോലത്തെ സ്ഥലമാണല്ലോ, ഇവിടെ ഈ മരമാണ് കൂടുതലായിട്ടും വളരുള്ളൂ. പിന്നെ ഈ മരം നിൽക്കുന്ന സ്ഥലത്ത്, അതായത് ഈ മരം നല്ലപോലെ വെള്ളം വലിച്ചെടുക്കുന്നുള്ളതാണ്. വെള്ളമുള്ള സ്ഥലത്തേക്ക് ഇതിൻ്റെ വേരുകൾ ആഴ്ന്ന് ഇറങ്ങുമെന്നാണ് പറയുന്നത്. ഇതിവിടെ മാത്രമല്ല, ഇന്ത്യയിൽ രാജസ്ഥാനിലൊക്കെ ഈ മരമുണ്ട്. ഞാൻ ഈ മരം ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ കാണുന്നതാണ് ഗാഫ് മരങ്ങൾ. ഇതിങ്ങനെ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നത് കാണാം. നമുക്ക് അബുദാബിയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ മരങ്ങളുണ്ട്. ഇത് UAE ഔദ്യോഗിക വൃക്ഷമാണ്. ഇവിടെ പൊതുവേ മരം മുറിക്കാൻ പാടില്ല. ഈ മരം എന്നല്ല, ഗാഫ് മരം എന്നല്ല, ഒരു തരത്തിലുള്ള മരങ്ങളും മുറിക്കാൻ പാടില്ല. അത് ക്രിമിനൽ കുറ്റമാണ്. ഇതാണ് ഗാഫ് മരം. നമുക്ക് ഈ മരത്തിൻ്റെ മുകളിൽ നമ്മുടെ നാട്ടിലൊക്കെ മുമ്പുണ്ടായിരുന്നില്ലേ, ഓരോ മരത്തിന് നമ്പർ ഇട്ടിരുന്നില്ലേ, ഇതുപോലെ ഓരോ QR കോഡ് ഒക്കെ പതിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കാണാം. ഇതുണ്ടല്ലേ, ഗാഫ് നേറ്റീവ് ട്രീസ് ടാഗിങ്. അതിൻ്റെ താഴെ QR കോഡ് കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അബുദാബി ഗവൺമെൻറ്റിൻ്റെ കാൾ സെൻറ്ററിൽ അവർ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാണിംഗ് എന്ന് പറഞ്ഞുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് എത്രത്തോളം ഗാഫ് മരങ്ങളുണ്ടോ അതെല്ലാം ഇവർ ലിസ്റ്റ് ചെയ്തതാണ്. നമുക്ക് കാണാം, റോഡിൻ്റെ വശങ്ങളിൽ കാണാം. അതുപോലെ ഇതുപോലെ അബുദാബിയിലെ പല സ്ഥലത്തും ഇതുപോലെ ചെറിയ ചെറിയ പാർക്കുകളുണ്ട്. അതിലൊക്കെ ഈ ഗാഫ് മരങ്ങളാണ്. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് വർഷം മൊത്തം ഇങ്ങനെ ഈ പച്ചപ്പ് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ഹെൽത്തി ബെനിഫിറ്റൊക്കെ ഉള്ളൊരു മരം കൂടിയാണ്. അതായത് ഇതിൻ്റെ ഇല ജ്യൂസ് അടിക്കുന്നുണ്ട്, ഗാഫ് ജ്യൂസ്. അത് പല സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. ഗാഫ് ജ്യൂസ് മാത്രമല്ല, ഗാഫ് കൊണ്ട് സ്മൂത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് മരുഭൂമിയിൽ ഒട്ടകങ്ങളൊക്കെ നല്ലപോലെ കഴിക്കും ഈ ഒരു ഇല. ഇത് നമുക്ക് പച്ചക്ക് തിന്നു കഴിഞ്ഞാൽ ചെറിയൊരു ചവർപ്പൊക്കെ പോലെ തോന്നും ഇതിൻ്റെ ഒരു ഇല. അതുപോലൊരു നല്ല പച്ചക്ക് തിന്നുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് പറയാനൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ മരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര ഹാർഡാണ്. ഇതിൻ്റെ തൊലി വരെ നമുക്ക് കാണാം, തൊലി വരെ നമുക്ക് പറിച്ചാൽ കിട്ടില്ല, അതുപോലെ ഹാർഡാണ്. നമ്മൾ കയറ് കൊണ്ടൊക്കെ പിരിഞ്ഞ് മെടഞ്ഞെടുക്കില്ല, അതുപോലത്തെ ഒരു ഇതാണ്. ചില മരങ്ങൾ നല്ല പൊക്കത്തിൽ അങ്ങനെ മുകളിലേക്ക് പോയിട്ടുണ്ട്. പൊക്കത്തിൽ പോയാലും ഇത് നല്ല ഇതുപോലെ പടർന്ന് പന്തലിക്കും. പിന്നെ ഇങ്ങനെ ഇലകളൊക്കെ തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ്. ഇതിന് എന്താ പറയുക, നല്ല രീതിയിലുള്ള പച്ചപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മങ്ങിയ രീതിയിലുള്ളൊരു പച്ച കളറാണ് ഈ മരത്തിനുള്ളത്. ഇത് നമ്മുടെ ഇന്ത്യയിലുണ്ട്, രാജസ്ഥാനിലൊക്കെ ഈ മരം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് വരണ്ട പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മരമാണിത്. ഈ മരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വർഷം മൊത്തം ഈ ഒരു പച്ചപ്പ് അങ്ങനെ നിലനിർത്തും എന്നുള്ളതാണ്. ഇതിൻ്റെ ഇല കൊഴിയുകയോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോൾ വിൻ്റർ സമയമാണ്, ഈ ഒരു സമയത്ത് ഒന്നും കൂടി തളിർക്കും. അങ്ങനെ പൂർണ്ണമായിട്ടും ഇല കൊഴിഞ്ഞു പോകുന്നൊരു സമയം ഈ മരത്തിനില്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ മരം തടിക്കുന്നുണ്ട്, അതായത് വണ്ണം വയ്ക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ മരമൊക്കെ അത്യാവശ്യം നല്ല വണ്ണമുള്ള മരമാണ്. നമ്മുടെ നാട്ടിലെ വലിയൊരു മാവിൻ്റെയൊക്കെ ആ ഒരു സൈസിലുള്ള മരമാണിത്. ഇതിപ്പോൾ ആ പാർക്കിൻ്റെ മറ്റൊരു ഭാഗമാണ്. അതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഹൈവേ കടന്നു പോകുന്നുണ്ട്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ സ്ഥലത്തൊക്കെ ഇവർ ഈ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വേറെ ചെടികൾ വേറെ പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ലോണൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പരിപാലിക്കുന്നുമുണ്ട്. നമ്മുടെ നാട്ടിലും ഇതുപോലെയൊക്കെയുള്ള ടൗണിനോട് ചേർന്നുള്ള പ്ലേസൊക്കെ നല്ല രീതിയിൽ മനോഹരമാക്കുകയാണെങ്കിൽ ആളുകൾക്കൊക്കെ എൻ്റർടൈൻ ചെയ്യാനും അതുപോലെ ജസ്റ്റ് ഒന്ന് വന്നിരിക്കാനൊക്കെ
ഉള്ളൊരു സ്ഥലമാവുമായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും എന്തോ ആളുകൾക്ക് ഒരു ദീർഘവീക്ഷണം ഇല്ലാത്ത പോലെയാണ് പല കാര്യങ്ങളിലും. ഇവിടെ നമ്മൾ എവിടെ നോക്കിയാലും ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് അത്രയും വളരെ മനോഹരമായിട്ടും മറ്റുള്ളവർക്ക് എന്താ പറയുക, അതൊക്കെ ഒരു അനുകരിക്കാൻ പറ്റുന്ന രീതിയിലുമാണ്. എല്ലാം വളരെ മികച്ച രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു പാർക്കിൽ ആളുകൾക്ക് നടക്കാനുള്ള ഇത് സെപ്പറേറ്റ്, പിന്നെ സൈക്ലിങ് വാക്കിങ് അതിനുള്ളതൊക്കെ സെപ്പറേറ്റ്, പിന്നെ ഇഷ്ടംപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നല്ല കാലാവസ്ഥയുള്ള സമയം കേട്ടോ, വിന്ററാണ്, തെളിഞ്ഞ ആകാശമാണ്. ഇന്ന് പകലൊക്കെ നല്ല ക്ലൗഡി ആയിരുന്നു. പക്ഷെ ഈ ഒരു ഭാഗത്തേക്ക് ഉണ്ട് മേഘങ്ങൾ കയറി കയറി വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ഇതുപോലെയൊക്കെ ചെയ്യാം, പക്ഷെ ആരും ചെയ്യുന്നില്ല എന്നുള്ളൂ. ഇഷ്ടംപോലെ നല്ല സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഒരുപാട് സാധ്യതകളുണ്ട് നമ്മുടെ നാട്ടിൽ, പക്ഷെ ആരും ചെയ്യുന്നില്ല.